പ്രിയമുള്ളവരെ, ഒലി ബുക്സ് പ്രസിദ്ധീകരിച്ച മുഹമ്മദ് റാഫി വെള്ളിത്തിരയിലെ സുവർണനാദം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് രവി മേനോനാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് രാജൻ പെരിങ്ങനാടാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് ഒലി ബുക്സിൻ്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ എം കെ മുനീർ MLA ആണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ഡോക്ടർ എം കെ മുനീർ സാറിനോട് അഭ്യർത്ഥിക്കുന്നു. സ്നേഹമുള്ള ശ്രീ രവി മേനോൻ, പ്രിയപ്പെട്ട രാജൻ പെരിങ്ങനാട് അവർകളെ, ഗിരീഷ് ഒലിവ്, സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഒലി ബുക്സിൻ്റെ മുഹമ്മദ് റഫി വെള്ളിത്തിരയിലെ സുവർണനാദം എന്ന പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശിപ്പിക്കുന്നത്. പാട്ടെഴുത്തിൽ അതിനു പുറമേ സംഗീതത്തെ സ്നേഹിക്കുന്ന, എല്ലാ ഭാഷകളിലെയും ഗാനങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അവഗാഹമുള്ള ശ്രീ രവി മേനോനാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ഞങ്ങൾ സംഗീതവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ഒലിവ് ഇറക്കാൻ നിമിത്തമായത് ശ്രീ രവി മേനോൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ പുസ്തകം, സംഗീതത്തെ സംബന്ധിക്കുന്ന പുസ്തകം ഇറക്കിക്കൊണ്ടാണ് ഒലീവ് സംഗീത ശാഖ പുസ്തകങ്ങളുടെ കൂട്ടത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നത്. അതിനുശേഷം ധാരാളം സംഗീത പുസ്തകങ്ങൾ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ദേവരാജ മാസ്റ്റർ സംഗീതത്തെക്കുറിച്ച് പഠനാർഹമായിട്ടുള്ള ഒരു പുസ്തകം നൽകിയത് ഒലിവ് പബ്ലിക്കേഷനാണ്. അത് ഇന്ന് പല സംഗീത വിദ്യാർത്ഥികളും അവരുടെ പാഠപുസ്തകമായി കൊണ്ട് നടക്കുന്ന ഒരു പുസ്തകമാണ്. റഫിയെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇംഗ്ലീഷിൽ സുജാത ദേവ് എഴുതിയിട്ടുള്ള ഓം പബ്ലിക്കേഷൻസ് ഇറക്കിയ പുസ്തകത്തിൻ്റെ പരിഭാഷയാണ്. ഇത് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് പ്രശസ്ത കവിയായിട്ടുള്ള KT സൂപ്പിയാണ്. KT സൂപ്പി ഇത് മൊഴിമാറ്റം ചെയ്തപ്പോൾ മലയാളത്തിൽ ഒരു കാവ്യാത്മകമായിട്ടുള്ള റഫിയെ സംബന്ധിക്കുന്ന ഒരു പരിഭാഷ കൂടിയായി ഇത് മാറിയിരിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ അകക്കാമ്പിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ റഫിയുടെ ജീവിതത്തെ പലരിലൂടെയും പരിചയപ്പെടുത്തുകയാണ്. ഇതിൻ്റെ ആമുഖക്കുറിപ്പ് എഴുതിയിട്ടുള്ളത് പ്രഗത്ഭനായ, നമ്മെ വിട്ടുപിരിഞ്ഞ ദിലീപ് കുമാറാണ്. റഫി ആർക്കൊക്കെ വേണ്ടി പാടിയിട്ടുണ്ടോ ആ നായകന്മാർ, റഫി കൂടെ പാടിയിട്ടുള്ള പിന്നണി ഗായികമാർ, സംഗീത സംവിധായകർ, ഇവരെല്ലാം റഫിയെ വിലയിരുത്തുന്ന ഒരു പുസ്തകം കൂടിയാണത്. റഫിയുടെ അന്ത്യനിമിഷങ്ങൾ നമ്മളുടെ മനസ്സിനെ തൊടുന്ന രീതിയിൽ ഈ പുസ്തകത്തിൽ വളരെ വിശദമായി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതടക്കമുള്ള കാര്യങ്ങൾ സുജാത ദേവ് ഇതിൽ വിശദമാക്കുന്നുണ്ട്. പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് രവി മേനോൻ ഇത് ഇപ്പോൾ പ്രകാശിപ്പിക്കും. സ്വീകരിക്കുന്നത് രാജൻ പെരിങ്ങനാടാണ്. രാജൻ പെരിങ്ങനാട് എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്.
ഞാൻ ഈ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥനാണ് രാജൻ പെരിങ്ങനാട്. അദ്ദേഹത്തിൻ്റെ ആകെയുള്ളൊരു പരാതി അദ്ദേഹത്തിന് ഞാൻ വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം ഗാനഭൂഷണം ലഭിച്ചിട്ടുള്ള പ്രശസ്തനായ ഒരു അധ്യാപകൻ കൂടിയാണ്. രവി മേനോന് ഇന്ന് ഇതിന് ലഭിച്ചത് ഒരു വലിയ ഭാഗ്യമായി കാണുകയാണ്. അദ്ദേഹം ഇനി ഒരു പുസ്തകം ഹിന്ദി ഗാനങ്ങളെക്കുറിച്ച്, സംഗീത സംവിധായകരെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള ഒരു ലേഖനങ്ങളുടെ സമാഹാരം ഒലീവ് പബ്ലിക്കേഷൻ അദ്ദേഹം നൽകിയതിലുള്ള സന്തോഷം കൂടി ഞാൻ അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഉടൻ തന്നെ ആ പുസ്തകവും നമ്മൾ പുറത്തിറക്കും എന്ന് അറിയിച്ചുകൊണ്ട് ഇത് പ്രകാശിപ്പിക്കാൻ പ്രിയപ്പെട്ട രവി മേനോനോടും സ്വീകരിക്കുന്നതിനു വേണ്ടി രാജൻ പെരിങ്ങനാടിനോടും അഭ്യർത്ഥിക്കുന്നു. സിനിമാ പാട്ടിൻ്റെ യഥാർത്ഥ അവകാശി ആരാണ് എന്നതിനെക്കുറിച്ചുള്ള വിവാദങ്ങളും ചർച്ചകളൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണിത്. പലർക്കും പല അഭിപ്രായമാണ്. ആരാണ് പാട്ടിൻ്റെ അവകാശി? ചിലർ പറയുന്നത് സംഗീത സംവിധായകനാണ്. ഒരു പരിധിവരെ ശരിയായിരിക്കും. കാരണം ഈണമാണല്ലോ നമ്മളെ ആദ്യമായിട്ട് ഒരു പാട്ടിലേക്ക് ആകർഷിക്കുന്നത്. അതിനുശേഷമേ മറ്റെല്ലാം വരൂ, രചന പോലും. പക്ഷേ അല്ലെന്ന് വാദിക്കുന്നവരുണ്ട്. രചയിതാവാണ് ഗാനത്തിൻ്റെ യഥാർത്ഥ അവകാശി എന്ന് വാദിക്കുന്നവരുണ്ട്. അതല്ല, ഈ ഗാനത്തിൻ്റെ സന്ദർഭം മനസ്സിൽ കണ്ടുകൊണ്ട് ഗാനം എന്തെന്ന് അല്ലെങ്കിൽ ഗാനത്തിൻ്റെ മൂഡ് നിശ്ചയിക്കുകയും അത് എഴുതിക്കുകയും അത് ചിട്ടപ്പെടുത്തി വാങ്ങുകയും ചെയ്യുന്ന സംവിധായകൻ, അത് ചിത്രീകരിക്കുകയും ചെയ്യുന്ന സംവിധായകനാണ് യഥാർത്ഥത്തിൽ പാട്ടിൻ്റെ അവകാശി എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അതൊന്നുമല്ല, പണമില്ലെങ്കിൽ ഇതൊന്നും നടക്കാത്തതുകൊണ്ട് പണം മുടക്കുന്ന നിർമ്മാതാവിനാണ് പാട്ടിൻ്റെ എല്ലാ അവകാശവും എന്ന് വാദിക്കുന്ന വേറെ ചിലരുമുണ്ട്. ഇവരെല്ലാവരും ഒരു കാര്യത്തിൽ ഏകകണ്ഠമായ അഭിപ്രായക്കാരാണ്. പാട്ടിൽ ഗായകന് യാതൊരു അവകാശവും ഇല്ല. പാട്ടിൻ്റെ അവകാശത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള വ്യക്തിയാണ് ഗായകൻ. പല സംഗീത സംവിധായകരും പറഞ്ഞു കേട്ടു, ഗായകൻ എന്ന് പറയുന്നത് ഒരു ടൂൾ, ഒരു ഉപകരണം മാത്രമാണ്. ഒരു സംഗീത സംവിധായകൻ അദ്ദേഹത്തിൻ്റെ സൃഷ്ടി ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു മാധ്യമം മാത്രമാണ് ഗായകൻ എന്ന് വാദിച്ചു കേട്ടു ഈയിടെ. എനിക്ക് സത്യത്തിൽ തമാശയാണ് തോന്നിയത്. കാരണം ഒരു ശരാശരി രചനയെ അല്ലെങ്കിൽ ഒരു ശരാശരി ഈണത്തെ പോലും ക്ലാസിക് ആക്കി മാറ്റാൻ ഒരു ഗായകൻ വിചാരിച്ചാലേ സാധിക്കൂ. ഒരു ക്ലാസിക്കായിട്ടുള്ള ഒരു ഗാനത്തെ മോശമാക്കാനും ഒരു ഗായകൻ വിചാരിച്ചാൽ സാധിക്കും. ആ ഗായകൻ്റെ വില കുറച്ച് കാണിക്കുന്നത് മുഹമ്മദ് റഫിയെ പോലെ, കിഷോർ കുമാറിനെ പോലെ, യേശുദാസിനെ പോലുള്ള മഹാഗായകരോട് നമ്മൾ ചെയ്യുന്ന അനീതിയാണ് എന്നെനിക്ക് വിശ്വാസമുണ്ട്. ബോംബെ രവി, വിഖ്യാത സംഗീത സംവിധായകൻ രവിശങ്കർ ശർമ്മ ഒരിക്കലും ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ചൗദ്വി കാ ചാന്ദ് എന്ന് പറയുന്ന വിഖ്യാത ഗാനം സൃഷ്ടിക്കുകയാണ് ഷക്കീൽ ബദായുനിയും രവിയും ചേർന്ന്. ഷക്കീൽ അത് എഴുതുന്ന സമയത്ത് ആ ഗാനത്തിനെക്കുറിച്ചും അതിൻ്റെ ചിത്രീകരണത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ഒരു രൂപമുണ്ട്, മനോഹരമായ ഒരു സങ്കല്പമുണ്ട്. രവി അത് ചിട്ടപ്പെടുത്തുമ്പോൾ അതിലും മനോഹരമായ ഒരു സങ്കല്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന് നിറയുന്നു. പക്ഷേ റെക്കോർഡിംഗ് റൂമിൻ്റെ ഏകാന്തതയിൽ മുഹമ്മദ് റഫി അത് പാടിക്കേൾക്കുമ്പോൾ ഇതിനെല്ലാം അപ്പുറത്തേക്ക് ആ ഭാവപ്രപഞ്ചം വളരുകയാണ്. ലാ ജവാബ് ഹോ എന്ന് റഫി സാഹിബ് സ്വർഗീയമായ തൻ്റെ സ്വരത്തിൽ പാടുമ്പോൾ മറ്റേതോ ലോകത്തിലെത്തിയ പോലെ എനിക്ക് തോന്നി എന്ന് രവി സാഹിബ് പറഞ്ഞിട്ടുണ്ട്.
രവി സാറിനെ പോലൊരു സംഗീത സംവിധായകൻ അത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഒരു ഗായകന് പാട്ടിലുള്ള അവകാശം ചോദ്യം ചെയ്യുന്നവർ സത്യത്തിൽ എന്തിനാണ് അങ്ങനെ ഒരു അവഗണന എന്ന് നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുകയാണ്. മറ്റൊരു ഗാനമുണ്ട്. നമുക്കറിയാം, പ്രണയത്തിൻ്റെ ഏറ്റവും ലളിതമായ സ്റ്റേറ്റ്മെൻറ്റാണ് ഐ ലവ് യു. അതിലപ്പുറം ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇല്ല. അതിൽ നിന്നും ഒരു ഗാനം സൃഷ്ടിക്കുകയാണ് ഹസ്രത് ജയ്പുരി. മുझे തുംസെ മൊഹബ്ബത്ത് ഹെ. ഈ ഒരൊറ്റ വരി, ലളിതമായ ഒരു വരി, അതിൽ നിന്ന് തുടങ്ങുന്ന ഒരു ഗാനം, അത് അതിലും ലളിതമായിട്ട് സർദാർ മല്ലിക് കമ്പോസ് ചെയ്യുന്നു. വളരെ സാധാരണമായി തീരാവുന്ന ഒരു പാട്ട്. അത് റഫി സാഹിബ് പാടുമ്പോൾ മുझे തുംസെ മൊഹബ്ബത്ത് ഹൈ മഗർ മേ കഹ് നഹീ സക്താ എന്ന് റഫി സാഹിബ് പാടുമ്പോൾ ആ മൊഹബ്ബത്ത് എന്ന് പറയുന്ന വാക്കിൽ വന്ന് നിറയുന്ന പ്രണയം, അതിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. ആ മൊഹബത്തിലുള്ള പ്രണയപ്രപഞ്ചം അത് റഫി സാഹിബിന് മാത്രം ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. വെറുതെയല്ല സുനിൽ ദത്തിനെ പോലൊരു നടൻ പറഞ്ഞത്, റഫി സാഹിബിൻ്റെ പാട്ട് പാടി സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന്. കാരണം റഫി സാഹിബ് ആ ഗാനത്തിൽ ഉൾക്കൊള്ളിച്ച ഭാവം, അത് അഭിനയത്തിലൂടെ വെള്ളിത്തിരയിൽ ചുണ്ടനക്കി ഫലിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു നടനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഷമ്മി കപൂറൊക്കെയാണ് ആ വെല്ലുവിളി ഏറ്റവും മനോഹരമായിട്ട് വിജയിപ്പിച്ചിട്ടുള്ള ആളുകൾ. അങ്ങനെ എത്രയെത്ര അനുഭവം. റഫി സാഹിബിനെ പറ്റി പറഞ്ഞാൽ ചിലപ്പോൾ ഈ ദിവസം തന്നെ മതിയാവില്ല അതിന്. ഈ പുസ്തകം ദി ഗോൾഡൻ വോയിസ് ഓഫ് സിൽവർ സ്ക്രീൻ എന്ന് പറയുന്ന പുസ്തകം ഇംഗ്ലീഷിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്. സുജാത ദേവിൻ്റെ ഈ പുസ്തകം. റഫി സാഹിബിനെ പറ്റി ധാരാളം പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് പല ഭാഷകളിലായിട്ട്. പക്ഷേ ഇത്രയും ആധികാരികമായിട്ട് റഫി സാഹിബിലെ ഗായകനെ, വ്യക്തിയെ, മനുഷ്യസ്നേഹിയെ അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകം ഇതിനു മുമ്പ് വായിച്ചിട്ടില്ല. ഇത് വായിക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിരുന്നു ആരെങ്കിലും ഇത് മലയാളത്തിലേക്ക് ആക്കുമോ എന്ന്. കാരണം അത്രയും വിപുലമാണ് റഫി സാഹിബിനെ കുറിച്ചുള്ള ഇതിലുള്ള നിരീക്ഷണങ്ങൾ. റഫി സാഹിബിന് വേണ്ടി പാട്ടെഴുതിയ ആളുകൾ, റഫി സാഹിബിൻ്റെ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയ ആളുകൾ, റഫി സാഹിബിനൊപ്പം യുഗ്മഗാനങ്ങൾ പാടിയവർ, സ്റ്റേജിൽ പാടിയ ആളുകൾ, സിനിമകൾ സംവിധാനം ചെയ്ത ആളുകൾ, പാടി അഭിനയിച്ച ദിലീപ് കുമാറിനെയും ദേവാനന്ദിനെയും പോലുള്ള ആൾ, അങ്ങനെ എത്രയോ പേരുടെ ഓർമ്മകളിലൂടെ, വീക്ഷണങ്ങളിലൂടെ റഫി സാഹിബിനെ നമ്മുടെ മുന്നിൽ കൊണ്ട് നിർത്തുകയാണ് സുജാത ദേവ്. ഈ പുസ്തകം സൂപ്പി മാസ്റ്ററാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മലയാളത്തിലേക്ക് വരുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുനീർ സാഹിബാണ് എന്ന് എനിക്കറിയാം. കാരണം അദ്ദേഹത്തിന് സംഗീതത്തിലുള്ള സ്നേഹം, പ്രത്യേകിച്ച് ഹിന്ദി ഗാനങ്ങളുള്ള സ്നേഹം ഞാൻ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുള്ളതാണ്. സംഗീത പുസ്തകങ്ങൾക്ക് ഡിമാൻഡില്ല, അത് പ്രസിദ്ധീകരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരണശാലകൾ തിരസ്കരിച്ചപ്പോൾ ധീരമായിട്ട് അത് ഏറ്റെടുത്ത് പ്രസിദ്ധീകരിക്കാൻ മുന്നോട്ട് വന്ന ആളാണ് എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ മുനീർ സാഹിബ്. അത് 22ാമത്തെ പുസ്തകം വരെ എത്തി. എല്ലാം മുനീർ സാഹിബിൻ്റെ അനുഗ്രഹം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അന്ന് ആ പാട്ടിനെ കുറിച്ച് പുസ്തകം ഇറക്കുക എന്ന് പറയുന്നത് വെല്ലുവിളിയായിരുന്നു. സിനിമാ പാട്ടിനെ കുറിച്ച് ആരെങ്കിലും എഴുതിയാൽ വായിക്കുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നെപ്പോലുള്ള പ്രാന്തന്മാരുള്ളിടത്തോളം കാലം നിങ്ങൾ പേടിക്കേണ്ട, ഇത് ചിലവായി പോകുന്നു. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പിന്നിലും അദ്ദേഹത്തിൻ്റെ കരസ്പർശമുണ്ട്. പുസ്തകം വളരെ മനോഹരമായ രൂപകൽപ്പന കൊണ്ടുകൂടി ശ്രദ്ധേയമാണ്, നല്ല ഉള്ളടക്കമാണ്. ഈ പുസ്തകം വളരെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അടുത്തായി നമ്മളോട് രാജൻ പെരിങ്ങനാട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ മുനീർ സാർ, ബുക്ക് പ്രകാശനം ചെയ്ത രവി സാർ, ഗിരീഷ് സാർ, ഈ വേദിയിലെത്തിപ്പെട്ടതിന് ആദ്യം തന്നെ മുനീർ സാറിനോട് ഞാൻ നന്ദി അറിയിക്കുന്നു. ഒരു പാട്ടുകാരനായതുകൊണ്ടും ഒരു സംഗീതാധ്യാപകനായതുകൊണ്ടുമാണ് എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഗുരു കൂടിയാകാൻ കഴിഞ്ഞതിൽ അതിലധികം സന്തോഷമുള്ള ആളാണ് ഞാൻ. നമ്മൾ ഇന്നിവിടെ പ്രകാശനം ചെയ്ത ഈ ബുക്ക് മുഹമ്മദ് റാഫി വെള്ളിത്തിരയിലെ സുവർണനാദം എന്ന ഈ ബുക്ക്
റഫി സാബിൻ്റെ ബുക്കുകൾ, വളരെയധികം ബുക്കുകൾ ഇറങ്ങിയിട്ടുള്ളതിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ വളരെ ഗാഢമായി തന്നെ അത് നമുക്ക് വളരെയധികം മനസ്സിലാകുന്ന തരത്തിൽ തന്നെ എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് അത്. ഒരു ബുക്ക് 2 ദിവസം കൊണ്ടൊരു ബുക്ക് എഴുതാം, അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് ബുക്ക്, അങ്ങനെയൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതുപോലൊരു ബുക്ക് എഴുതി തീർക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ജോലിയാണ്. അത് വളരെ കൃത്യമായി സുജാത ദേവ് എന്ന് പറയുന്ന ആ എഴുത്തുകാരി വളരെ തന്മയത്വത്തോടു കൂടി ഒത്തിരി അലഞ്ഞതിന് ശേഷമാണ് ഈ ബുക്ക് അവർ എഴുതി തീർത്തിരിക്കുന്നത്. ആ ബുക്ക് വായിച്ചു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതിഭയങ്കരമായ ബുക്ക് തന്നെയാണ്. കാരണം ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ തൊട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ മരണം വരെ എത്തി നിൽക്കുന്ന റാഫി എന്ന വെള്ളിത്തിരയിലെ സുവർണനാഥം എന്ന് മാറ്റി ലോകത്തിൻ്റെ തന്നെ സുവർണനാഥം എന്ന് പറയുന്ന അത്ര ഒരു ശബ്ദത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ഉടമയായിരുന്ന റാഫി സാബിനെക്കുറിച്ചുള്ള ഈ ബുക്ക് അത്ര ഗംഭീരമാണ്. അതിലുപരി നമ്മുടെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിരിക്കുക. അത് കാരണം ഒരു മൊഴിമാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതിലെ അന്തസത്ത ചോരാതെ അതിൻ്റെ നല്ല വാക്കുകൾ കണ്ടെത്തി അത് മലയാളത്തിലേക്ക് തർജ്ജിമ, ഏതൊരു ഭാഷയിലേക്കും തർജ്ജിമ ചെയ്യുക എന്നുള്ളൊരു അതിനേക്കാളും വലിയ പണിയാണ്. അത് ഏറ്റവും ഗംഭീരമായിട്ട് KT സൂപ്പി സാർ അത് ചെയ്തിട്ടുണ്ട്. ഏതൊരു മനുഷ്യനും അത് വളരെ കൃത്യമായി മനസ്സിലാകുന്ന തരത്തിലേക്ക് ആ ബുക്ക് നമ്മുടെ മുന്നിൽ ഒലീവ് ഇറക്കിയിട്ടുണ്ട്. റഫി സാബ് എന്ന് പറയുന്ന ശബ്ദം ഞാനൊക്കെ പാട്ട് പാടി കേൾക്കുന്ന, അല്ലെങ്കിൽ വല്ലപ്പോഴും നമുക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ റേഡിയോ കിട്ടാനൊന്നും ഒരു അവസരവുമില്ലായിരുന്നു. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടിലൊരു റേഡിയോ എൻ്റെ ജ്യേഷ്ഠൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അതിന് ശേഷമാണ് ഞാൻ റേഡിയോയിൽ പാട്ട് കേൾക്കുന്നത്. അവിടെ നിന്നും കേൾക്കുന്ന അന്നേ ക്ലാസിക്കൽ മ്യൂസിക് ഇഷ്ടമായതുകൊണ്ട് കുറേ ക്ലാസിക്കൽ കേൾക്കും. അതേപോലെ തന്നെ മറ്റ് ചാനലുകൾ കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു ശബ്ദമാണ്. അന്ന് നമുക്കറിയില്ല ആരാ പാടുന്നത്. കുറേ പാട്ടുകൾ കേൾക്കും, ഹിന്ദി കേൾക്കും, മലയാളം കേൾക്കും, ദാസാറിൻ്റെ പാട്ട് കേൾക്കും, മറ്റുള്ളവരുടെ എല്ലാം പാട്ട് കേൾക്കും. പക്ഷേ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഹിന്ദി പാട്ടുകൾ നമ്മളെ വളരെയധികം അടുപ്പിച്ചിരുന്നു. ആ നാദം ആരുടെയാണെന്ന് പിൽക്കാലത്ത് കുറേ കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇത് നമുക്ക് എത്ര പറഞ്ഞാലും തീരാത്ത സുവർണനാഥം തന്നെയാണ് അദ്ദേഹത്തിന്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാം സംഗീത തലത്തിലെ, നമ്മുടെ പ്രണയത്തിലെ, നമ്മുടെ ദുഃഖത്തിലെ, നമ്മുടെ എല്ലാ വികാരത്തിൻ്റെയും ഏത് രൂപത്തിലും അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് നമ്മുടെ മുന്നിലേക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദം അവതരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ഇപ്പോൾ രവി സാറ് പറഞ്ഞ പോലെ, അത് ഈ പറയുന്ന പോലെ നമ്മുടെയൊക്കെ സംഗീത ബോധത്തെ ഏറ്റവും കൂടുതൽ പല കലാകാരന്മാരുടെയും കാര്യങ്ങൾ എന്നെ പോലുള്ള മ്യൂസിക് സ്റ്റുഡൻസ് ആയിരുന്ന സമയത്ത് തന്നെ ഞങ്ങളിലേക്ക് എത്തിച്ച ഒരു മഹാനാണ് രവി സാർ. നമുക്കെല്ലാവർക്കും അറിയാം, രവി സാറിൻ്റെ എഴുത്തുകൾ എപ്പോഴും നമ്മുടെ മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏതൊരു കാര്യത്തെക്കുറിച്ചും വളരെ കൃത്യമായി പറയുന്ന രവി സാറിൻ്റെ ആ വാക്കുകൾ നമുക്കും അത് തീർച്ചയായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അത് തീർച്ചയായിട്ടും വളരെ കൃത്യമായി ആ കാര്യങ്ങൾ ഇവിടെ അവതരിക്കുകയുണ്ടായി. റഫി സാബ് എന്ന് പറയുന്ന ഗായകൻ നമ്മുടെ മുൻപിലേക്ക് എത്തിയ പാട്ടുകൾ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇഷ്ടംപോലെ പാട്ടുകളാണുള്ളത്. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് കേൾക്കുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടുകൾ കുറേ ഉണ്ട്. എന്നാൽ എന്നെ ആകർഷിച്ച കുറച്ച് പാട്ടുകളുണ്ട് അതിനകത്ത്. അത് ഈ അടുത്ത കാലത്ത് പോലും ആണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് പാടാൻ തുടങ്ങിയത് ആ പാട്ട്. ഒരു പക്ഷേ എൻ്റെ ഹിന്ദി പാട്ടുകളുടെ ഇഷ്ടത്തിലേക്ക് കൂടുതൽ എന്നെ എത്തിച്ചത് എൻ്റെ വിദ്യാർത്ഥികളാണ്. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുന്ന എൻ്റെ സീനിയറായിട്ടുള്ള എൻ്റെ വിദ്യാർത്ഥികളാണ് ഹിന്ദി പാട്ടുകൾ കൂടുതലും എന്നെ ഇഷ്ടപ്പെടുത്താൻ സഹായിച്ചത്. അതിലേറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളതും അവർ പാടുന്നതായാലും, എൻ്റെ സ്റ്റുഡൻസാണ് അവർ പാടുന്നതായാലും, ഞാൻ ഇപ്പോൾ കേൾക്കുന്നതായാലും പാടുന്നതായാലും റഫി സാബിൻ്റെ പാട്ടുകളാണ്. അപ്പോൾ അതിൽ അക്കേലേ ചലേ ആവോ കഹാവോ अकेले चले आओ कहाँ हो वास्ते कह दे कहाँ हो अकेले വരികളെപ്പോഴും ഓർമ്മ വരില്ല. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു പാട്ടാണ് തേരി ആംഖോं कैसे वा दुनिया में रखा क्या है ये उठे सुबह चले
ये झुके शाम ढले मेरा जीना मेरा मरना इन्हीं पलकों के तले तेरी आँखों के सिवा दुनिया में रखा क्या है. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളുടെ ഓരോ വാക്കിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും അദ്ദേഹം ഉപയോഗിക്കുന്ന ആ ശബ്ദത്തിൽ അങ്ങേയറ്റം നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഇത്രയും വലിയ പാട്ടുകാരനും ഇത്രയും അനുഭവ സമ്പത്ത്, ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഓരോ ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുറേ അനുഭവങ്ങളായിരിക്കും കൂടുതൽ പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ സൗഹൃദ സദസ്സിൽ അദ്ദേഹത്തോട് ചോദിക്കുക നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് പട്ടം പറത്താനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. 40-45 വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ സൗഹൃദ സദസ്സിൽ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന അത്രയ്ക്കും എളിമയുടെ ഒരു മൂർത്തൻ്റെ രൂപം കൂടെയാണ്. നമുക്ക് കുറേ അറിയാനുണ്ട്. ഈ ബുക്ക് നിങ്ങളെല്ലാവരും വാങ്ങിക്കുകയും വായിക്കുകയും ചെയ്യണം. കാരണം അത്രയ്ക്ക് സമഗ്രമായിട്ടുള്ളൊരു ബുക്കാണ്. അത് കൃത്യമായും സുജാത ദേവിലൂടെ KT സൂപ്പയിലൂടെ ഒലിവ് പബ്ലിക്കേഷൻസിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വേദിയിൽ എനിക്കും ഇത്രയും ഒരു കാര്യങ്ങൾ പറയുവാനും ഇവിടെ ഒരു നിൽക്കുവാനും അവസരം തന്നതിന് ഒലിവിനോടും സാറിനോടും ഒക്കെയുള്ള നന്ദി അറിയിച്ചുകൊണ്ട്